ഹലോ, ഹായ്. എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. എനിക്ക് നീറ്റ് 2020 ഓൾ ഇന്ത്യ റാങ്ക് 1122 ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് എന്താ, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. അതിൽ നമ്മൾ സെൽ എന്താന്ന് കണ്ടു, പല സെൽ തിയറീസ് കണ്ടു, പിന്നെ ഈ സെല്ലിന്റെ ഒരു ഓവർവ്യൂ കണ്ടു, പിന്നെ പ്രോകാരിയോട്ട് സെൽസിന്റെ സ്ട്രക്ചർ കണ്ടു, പിന്നെ നമ്മൾ യൂകാരിയോട്ട് സെൽസിന്റെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സെൽ മെംബ്രെയിനും സെൽ മോഡിഫിക്കേഷൻസും അതൊക്കെയാണ് ഇന്നലെ ചെയ്തത്. സെൽ മെംബ്രെയിൻ തിയറീസും കണ്ടു. ഇനി നമുക്ക് എന്താ അടുത്ത ഓർഗനൈസിലേക്ക് കടക്കാം. അതായത് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വേഗ് ടെർമിനോളജിയാണ്. അത് ഒരു സിസ്റ്റത്തിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് എന്താ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സും, ലൈസോസോംസും, വാക്യൂൾസും. ഇത് അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി, പിന്നെ ലൈസോസോംസ് ആൻഡ് വാക്യൂൾസ്, ഇതെല്ലാം കൂടി അടങ്ങിയതാണ് നമ്മളുടെ എൻഡോമെംബ്രെയിൻ സിസ്റ്റം. എൻഡോമെംബ്രെയിൻ സിസ്റ്റം. ഇനി ഈ മൈറ്റോകോൺട്രിയൻ, ക്ലോറോപ്ലാസ്റ്റും പെരോക്സിസോം ഒക്കെ ഉണ്ട്. അതിന്റെ എന്താ ഈ ഇതായിട്ടൊരു ബന്ധമില്ല, അതിന്റെ ഫങ്ഷൻസ് ഇതായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ നമുക്ക് എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്താന്ന് നോക്കാം. എൻഡോമെംബ്രെയിൻ സിസ്റ്റം ഒരു സിസ്റ്റം ആണ്. അതിലുള്ള എല്ലാ ഓർഗാനിസിന്റെ ഫങ്ഷൻസ് കോർഡിനേറ്റഡ് ആയിരിക്കും ഓരോന്നിന്റെ അനുസരിച്ച്. അതായത് എന്താ, ഇറ്റ് is distinct in terms of its structure and function. Many of these are considered together as an endomembrane system because their functions are coordinated. ഇനി എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോംസ് ആൻഡ് വാക്യൂൾസ്. പിന്നെ ബാക്കിയുള്ള ഓർഗാനിസിന് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റും അത് ഇതിനായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോ നമുക്കിനി എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിലത്തെ ഫസ്റ്റ് ഓർഗനിനെ കുറിച്ച് പഠിക്കാം. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ എന്താ? റെറ്റിക്കുലം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആണ്. റെറ്റിക്കുലം എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്ക്. അപ്പൊ എൻഡോപ്ലാസം എന്ന് വെച്ചാൽ എന്താ, പ്ലാസ്മ മെംബ്രെയിനില് ഉള്ളില് എന്താ ഒരു നെറ്റ്വർക്ക് ആയിട്ടുള്ള ഒരു ഓർഗനലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട്. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എല്ലാ യൂകാരിയോട്ട് സെൽസിലും കാണുന്നുണ്ട്. പക്ഷെ ഇത് ആബ്സെന്റ് ആയ ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് മെച്യൂർ RBC അല്ലെങ്കിൽ എംബ്രിയോണിക് സെൽസ്, അല്ലെങ്കിൽ നമ്മളുടെ ഓവം ഇല്ലേ, ഫീമെയിൽ എഗ് ഓവം, അതിലും ഇത് ആബ്സെന്റ് ആയിരിക്കും. പിന്നെ ഈ റാപ്പിഡ്ലി ഡിവൈഡ് ചെയ്യുന്ന സെൽസിനും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആബ്സെന്റ് ആയിരിക്കും. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ, 3 കമ്പോണൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാത്തിനും ഈ 3 സ്ട്രക്ചറിനും എന്താ പറയുക, ഒരു സിംഗിൾ യൂണിറ്റ് മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ എഴുതാം, ER is made up of 3 components. എന്താ അതില് all the 3 എന്താ are bound by a single unit membrane. ഇനി ഇത് ആ 3 സ്ട്രക്ചേഴ്സ് ഏതാന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താ, സിസ്റ്റേർണെ. സിസ്റ്റേർണെ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പരന്ന ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിങ്ങനെ സ്റ്റാക്കില്ലേ, ഈ ചാക്ക് അടുക്കി കൂട്ടി ബ്രിക്സ് ഇങ്ങനെ അടുക്കി കൂട്ടി വെച്ചിട്ടില്ലേ, അതുപോലെ അടുക്കി കൂട്ടി വെച്ച സാക്കുകളാണ്. അതില് റൈബോസോംസ് ഉണ്ട്. അതാണ് സിസ്റ്റേർണെ. എന്താ, ദീസ് ആർ flattened, unbranched, sac-like structure. And they lie in stacks parallel to one another. ഇതിലെന്താ റൈബോസോംസ് കാണും. ഓക്കെ, ഇതാണ് സിസ്റ്റേർണെ. സിസ്റ്റേർണെ കഴിഞ്ഞിട്ട് എന്താ പറയാ, ഇനി വരുന്നത് ഈ ഓവൽ ഷേപ്പില് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പില് ഈ വാക്യൂള് പോലത്തെ സാധനങ്ങൾ, വാക്യൂള് പോലെ സ്കാറ്റേർഡ് ആയി കിടക്കുന്നതാണ് നമ്മൾ എന്ത് പറയാം, വെസിക്കിൾസ് എന്ന് പറയുന്നത്.
These are oval or rounded vacuole-like elements scattered in the cytoplasm. ഇതിലും എന്താ റൈബോസോംസ് കാണും. Also studded with ribosomes. Okay. ഇനി അടുത്ത് മൂന്നാമത്തെ യൂണിറ്റ് എന്താ? നമ്മളുടെ ടിബ്യൂൾസ്. ടിബ്യൂൾസ് എന്താ? ഈ ട്യൂബുലാർ ആണ്, പേരിൽ തന്നെ ഉണ്ട്. ട്യൂബുലാർ ബ്രാഞ്ച്ഡ് എലമെന്റ്സ് mainly present near the cell membrane. ഇതിൽ എന്താ? റൈബോസോംസ് ആബ്സെന്റ് ആണ്. They are free from ribosomes. പിന്നെന്താ? these are more found in lipid forming cells ആണ്. ഓക്കെ, അതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ 3 യൂണിറ്റ്: സിസ്റ്റേർണിൻ, വെസിക്കിൾസ് അല്ലെങ്കിൽ ടിബ്യൂൾസ്. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് 2 ടൈപ്പ് ഉണ്ട്. റഫ് ആണോ സ്മൂത്ത് ആണോ? റഫ് എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ ഗ്രാനുൾസ് ആയിട്ട് റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറയാം. ഇനി ഈ റൈബോസോംസ് ആബ്സെന്റ് ആണെങ്കിൽ അത് സ്മൂത്ത് ആയി കാണില്ലേ? അത് കാരണം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ് കാണുക. ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെയിൻലി കൂടുതൽ കാണുന്ന എവിടെയാ? ഈ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന സെൽസിലാണ് കൂടുതൽ കാണുക. ഓക്കെ, ഇനി ലിപ്പിഡ് സിന്തസൈസ് ചെയ്യുന്ന സ്റ്റിറോയിഡ് ഹോർമോൺസ് ഒക്കെ സിന്തസൈസ് ചെയ്യുന്ന നമ്മളുടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. ഇനി ഫങ്ഷൻസ് എന്താ? ഇതിന്റെ ഫങ്ഷൻസ് എന്താ? സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് സ്പെസിഫിക് പ്രോട്ടീൻസ്. ഫങ്ഷൻസ് അതിൽ ഫസ്റ്റ് വൺ synthesis and secretion of specific proteins via Golgi bodies. ഇതെന്താ? പിന്നെ വേറെ ഫങ്ഷൻ, ഈ നമ്മളുടെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോൺസ് സിന്തസൈസ് ചെയ്യാനുള്ള ഒരു സർഫസ് ഉണ്ടാക്കും. അതായത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം provides surface for synthesis of cholesterol, steroids, പിന്നെ ഹോർമോൺസ്. പിന്നെന്താ? പിന്നെ ഈ സൈറ്റോസ്കെൽട്ടൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ ആ സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതിൽ ഈ ഫ്ലെജല്ലിയും സിലിയൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ സൈറ്റോസ്കെലിറ്റൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും, ഞാൻ അപ്പൊ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ ഒരു കമ്പോണന്റ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ എന്നിട്ട് അതിന് സെല്ലിന് എന്ത് കൊടുക്കും? മെക്കാനിക്കൽ സപ്പോർട്ടും ഷേപ്പും കൊടുക്കും. ER is a component of cytoskeleton of cell and provides mechanical support and shape to the cell. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വേറെ ഫംഗ്ഷൻ എന്താ? ഈ ലിവർ സെൽസിന് ഗ്ലൈക്കോജിനോലൈസിസിന് സഹായിക്കും. അതുവഴി ഡീടോക്സിഫിക്കേഷൻ ഓഫ് പോയിസൺസും ഡ്രഗ്സും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ ആണ്. ഹെൽപ്സ് ഇൻ glycogenolysis in the liver cells and brings detoxification of
many poisons and drugs. ഓക്കെ, അപ്പൊ ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ. നമുക്ക് NCERT എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെറുതാ കൊടുത്തിട്ടുള്ളൂ, ഇത്രയൊന്നും ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ നീറ്റ് പോയിന്റ് ഓഫ് വ്യൂവിന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി സ്റ്റഡീസിലാണ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്താ ഈ ഒരു റെറ്റിക്കുലം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് എന്താ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് സൈറ്റോപ്ലാസത്തിൽ സ്കാറ്റേർഡ് ആയി കിടക്കണ കണ്ടു. അതിന് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് നമ്മളുടെ ഇൻട്രാസെല്ലുലാർ സ്പേസിനെ രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആയി ഡിവൈഡ് ചെയ്യണം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഉള്ളിലുള്ളതിനെ നമ്മൾ ലൂമിനൽ എന്ന് പറയും, പിന്നെ അതിന്റെ പുറത്തുള്ളതിന് എന്താ എക്സ്ട്രാ ലൂമിനൽ കമ്പാർട്ട്മെന്റ് എന്ന് പറയും. ഓക്കെ, ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ചിലത് റൈബോസോംസ് കാണുന്നുണ്ടാവും. റൈബോസോംസ് കാണുന്നതിനെയാണ് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയാം. അതില്ലാത്തതിന് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പിന്നെ RER മെയിൻലി കാണുന്നത് എവിടെയാ? മറ്റേ പ്രോട്ടീൻ സിന്തസിസ് നടക്കണോടത്താണ്, അല്ലെങ്കിൽ സെക്രീഷൻ നടക്കണോടത്താണ് മെയിൻലി കാണാം. ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പക്ഷെ എന്താ, ഇറ്റ് ഇസ് എ മേജർ സൈറ്റ് ഫോർ ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്. പിന്നെ അനിമൽസിൽ എന്താ ഈ ലിപ്പിഡ് ലൈക്ക് സ്റ്റിറോയിഡൽ ഹോർമോൺസ് ഒക്കെ സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൂന്ന് യൂണിറ്റ്സ് ഉണ്ട്. ഒരെണ്ണം സിസ്റ്റേണി. സിസ്റ്റേണി എന്ന് പറയുന്നത് ഇതേപോലെ സാക്ക് ലൈക്ക് കണ്ടോ, ഇതാണ് സിസ്റ്റേണി. പാരലൽ ആയിട്ട് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് അറേഞ്ച് ചെയ്തത് സിസ്റ്റേണി. അതിൽ റൈബോസോംസ് കാണും. പിന്നെ ചിലത് വെസിക്കിൾസ് ആയി കാണും. വെസിക്കിൾസ് എന്ന് പറയുന്നത് ഈ വാക്യൂള് പോലെ ഇങ്ങനെ സൈറ്റോപ്ലാസത്തിൽ റൈബോസോമായി അറ്റാച്ച് ചെയ്ത് ചെതറി കിടക്കണ കാണാം. പിന്നെയുള്ള ട്യൂബ്യൂൾസ്. ട്യൂബ്യൂൾസ് എന്ന പേരിൽ തന്നെ ഉണ്ട്. ട്യൂബ് പോലുള്ള സ്ട്രക്ചർ, ട്യൂബുലാർ സ്ട്രക്ചറിൽ റൈബോസോംസ് ഇല്ലാണ്ട് കാണുന്നതാണ് നമ്മളുടെ ട്യൂബ്യൂൾസ്. ട്യൂബ്യൂൾസ് മെയിൻലി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫങ്ഷൻസ് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എഴുതി നോട്ട്സ് വെച്ച് പഠിച്ചു നോക്കാം. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് എന്താ? ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഗോൾഗി അപ്പാരറ്റസ് ഫസ്റ്റ് കണ്ടുപിടിച്ച ഒരാളുണ്ട്, സ്റ്റെയിൻ ചെയ്തത്. അതാണ് കാമിലോ ഗോൾഗി. അയാളുടെ പേരിൽ നിന്നാണ് ഇതിന് ഈ ഓർഗനലിന് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പേര് വന്നത്. ഈ ഗോൾഗി അപ്പാരറ്റസിൽ എന്തുണ്ട്? കുറെ ഈ ഫ്ലാറ്റ് പല ടൈപ്പ് ഷേപ്പ് ഉണ്ട്. ഡിസ്ക് ഷേപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സിസ്റ്റേണി ഉണ്ടാവും. അത് പാരലൽ ആയിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കാം. ഇതെല്ലാ യൂക്കാരിയോട്ടിക് സെൽസിലും കാണും. ഇനി ചില പ്ലാന്റ്സിൽ എന്താ ഈ ഗോൾഗി അപ്പാരറ്റസ് സ്കാറ്റേർഡ് ആയിട്ട് കാണും സൈറ്റോപ്ലാസത്തിൽ. അതിനെയാണ് പറയുക ഡിക്റ്റിയോസോംസ്. ഇത് NCERT കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്താ, ഈ ഡിക്റ്റിയോസോംസ് പക്ഷെ ബാക്ടീരിയയും ബ്ലൂ ഗ്രീൻ ആൽഗയും ബ്രയോഫൈറ്റ്സും സീഡ് ട്യൂബ് സെൽസ് ഓഫ് ഫ്ലോയും ആൻജിയോസ്പേമിലൊക്കെ ആബ്സെന്റ് ആണ്. മനസ്സിലായോ? ഇൻ പ്ലാന്റ്സ് ഈ ഗോൾഗി അപ്പാരറ്റസ് സ്കാറ്റേർഡ് ആണ്, irregularly in the cytoplasm and is known as in the dictyosomes. Okay, ഇനി ഗോൾഗി ബോഡിയിൽ എന്താ 4 പാർട്ട് ഉണ്ട്. ഗോൾഗി ബോഡിയിൽ 4 പാർട്ട്. ഫസ്റ്റ് വരുന്ന എന്താ, സിസ്റ്റേണി. സിസ്റ്റേണി ഇങ്ങനെ സാറ്റലൈറ്റ് സ്ട്രക്ചേഴ്സ് പാരലായി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സിസ്റ്റേണി. പിന്നെ കാണുന്നത് എന്താ, ട്യൂബ്യൂൾസ്, പിന്നെ സെക്രീറ്ററി വെസിക്കിൾസ്, പിന്നെ ഗോൾജി വാക്യൂൾസ്. അപ്പോ പിന്നെന്താ, ട്യൂബ്യൂൾസ്, മൂന്നാമത്തെ സെക്രീറ്ററി വെസിക്കിൾസ്, നാലാമത്തെ ഗോൾജിയൻ വാക്യൂൾസ്. മനസ്സിലായല്ലോ? സിസ്റ്റേണി, ട്യൂബ്യൂൾസ്, സെക്രീറ്ററി വെസിക്കിൾസ് അല്ലെങ്കിൽ ഗോൾജിയൻ വാക്യൂൾസ്. അപ്പൊ സിസ്റ്റേണയിൽ എന്താ, ഈ സിസ്റ്റേണിക്ക് 2 സർഫസ് ഉണ്ട്. കോൺവെക്സ് സർഫസ് ഉണ്ട്, കോൺകേവ് സർഫസ് ഉണ്ട്. അതായത് ഈ ഡയഗ്രം കണ്ട, ഇതാണ് കോൺവെക്സ് സർഫസ്, ഇതിന്റെ ഉള്ളിലുള്ളതാണ് കോൺകേവ് സർഫസ്.
അപ്പൊ കോൺവെക്സ് സർഫസിൽ എന്താ, ഈ ഡിക്റ്റിയോസോം അല്ലെങ്കിൽ ഗോൾഗി ബോഡിയിൽ ഒരു എഫ് ഫേസ് അല്ലെങ്കിൽ സിസ് ഫേസ് ഉണ്ടാവും. ഇതാണ്, ഇവിടെയാണ് എഫ് ഫേസ് കാണാം കോൺവെക്സ് സൈഡിൽ. ഇനി കോൺകേവ് സൈഡിൽ എന്ത് കാണും, ട്രാൻസ് അല്ലെങ്കിൽ എം ഫേസ്. ട്രാൻസ് അല്ലെങ്കിൽ എം ഫേസ്, അത് കോൺകേവ് സൈഡില് നമ്മൾ അതിനെ അങ്ങനെ പറയാം. ഈ മെച്യൂറിംഗ് ഫേസ് എപ്പോഴും എന്തായിരിക്കും, ഈ പ്ലാസ്മ മെംബ്രെയിനിൽ നോക്കിയിട്ട് ചുറ്റുമായിരിക്കും മെച്യൂറിംഗ് ഫേസ്. ഓക്കെ, ഇനി ഫങ്ഷൻസ് എന്താ ഗോൾഗി ബോഡിയുടെ മെയിൻ ഫങ്ഷൻ എന്താ, സെക്രീഷൻ ആണ്. ഈ സെക്രീഷൻ ആയതുകൊണ്ട് ഈ സെല്ല് ഭയങ്കര വലുതാണ്. മൈക്രോസ്കോപ്പ് നോക്കുമ്പോൾ ഏറ്റവും വലുതായി കാണുന്ന ഗോൾഗി അപ്പാരറ്റസ് ആണ്. അപ്പൊ ഇതിനെ സെക്രീറ്റ് ചെയ്യും. പിന്നെന്താ, ഈ ലിപ്പിഡ്സിന് എന്താ, ഗ്ലൈക്കോസിഡേഷന് സഹായിക്കും. എന്നുവെച്ചാൽ പ്ലാസ്മ മെംബ്രെയിനിൽ അറിയാലോ ചില ഗ്ലൈക്കോലിപ്പിഡ്സ് പ്രസന്റ് ആണ്. ലിപ്പിഡും കാർബോഹൈഡ്രേറ്റും കൂടി ചേർന്ന് അതിന് സഹായിക്കുന്നതാണ് നമ്മളുടെ ഗോൾഗി ബോഡി. പിന്നെന്താ, ഈ പ്രോട്ടീൻസിന്റെ ഗ്ലൈക്കോസിലേഷനും സഹായിക്കും. പ്രോട്ടീൻസ് ലിപ്പിഡ്സിന്റെയും ഗ്ലൈക്കോസിലേഷനും സഹായിക്കും. പിന്നെ ഈ പ്രൈമറി ലൈസോസോംസ് ഉണ്ടാക്കാനും അവർ സഹായിക്കും. ഇപ്പൊ ഫങ്ഷൻസ് ഞാൻ പറയാം. Functions of Golgi bodies. First one എന്താ, secretory. Second എന്താ, glycosidation of lipids. Glycosidation of lipids. മൂന്നാമത്തെ എന്താ, glycosylation of proteins. പിന്നെ നാലാമത്തെയാണ് പ്രൈമറി ലൈസോസോം. helps in the formation of primary lysosome. ഓക്കെ, പ്രൈമറി ലൈസോസോം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഗോൾഗി. അപ്പൊ ഇത്രയുള്ള ഗോൾഗി ബോഡി നമുക്ക് NCERT നോക്കാം. ഇപ്പോ കാമിലോ ഗോൾഗിയാണ് ഫസ്റ്റ് ഗോൾഗി അപ്പാരറ്റസ് കണ്ടുപിടിച്ചത്. അവര് പിന്നെ ഗോൾഗി ബോഡി പല ഷേപ്പിലുണ്ടെന്ന് അറിയാം. എന്താ, ഫ്ലാറ്റ് ആയിരിക്കാം, ഡിസ്ക് ഷേപ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റേർണി ആയിരിക്കാം. ഈ ഡയമീറ്റർ ഓർത്ത് വെക്കണം, 0.5 മൈക്രോമീറ്റർ ടു 1 മൈക്രോമീറ്റർ. പിന്നെ ഇവര് പാരലായിട്ടാണ് സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത്. പാരലായി സ്റ്റാക്ക് ചെയ്യുന്നതാണ് നമ്മളെ സിസ്റ്റേർണി. ഇനി ഈ സിസ്റ്റേർണിയിൽ എന്താ, ഈ ന്യൂക്ലിയസിന് ഫേസ് ചെയ്താണ് അത് കോൺവെക്സ് ഫേസ്, അതാണ് സിസ് അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ്. പിന്നെ കോൺകേവ് എന്ന് പറയുന്നത് ട്രാൻസ് അല്ലെങ്കിൽ മെച്യൂറിംഗ് ഫേസ് എന്തിനു ചുറ്റായിരിക്കും, അത് പ്ലാസ്മ മെംബ്രെയിനിന്. ഈ സിസും ട്രാൻസ് ഫേസ് എന്താ, ഈ ഓർഗനലിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്, പക്ഷെ അത് ഇന്റർ കണക്റ്റഡ് ആണ്. ഇനി ഗോൾഗി അപ്പാരറ്റസ് പ്രിൻസിപ്പലി പെർഫോംസ് ഇൻ ദ ഫങ്ഷൻ ഓഫ് പാക്കേജിങ് മെറ്റീരിയൽസ്. ഇപ്പൊ സെക്രീറ്ററി ആണ്. സെക്രീറ്ററി എന്ന് പറയുന്നത് തന്നെ പാക്കേജ് ചെയ്ത് പല സ്ഥലത്തേക്കും എന്താ പറയാ ഡെലിവറി ചെയ്യും. ഇനി മെറ്റീരിയൽ ടു പാക്കേജ് ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾ ഫ്രം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് ചെയ്യും, ഫ്യൂസ് വിത്ത് ദ സിസ് ഫേസ് ഓഫ് ഗോൾഗി അപ്പാരറ്റസ് ആൻഡ് മൂവ്സ് ടുവേർഡ്സ് ദ മെച്യൂറിംഗ് ഫേസ്. അപ്പൊ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുള്ള വെസിക്കിൾസ് എന്താ, ഈ സിസ് ഫേസ് ആയിട്ട് സിസ്റ്റേർണിയ ഗോൾഗി അപ്പാരറ്റസിനെ ഫ്യൂസ് ചെയ്യും. എന്നിട്ട് അത് മെച്യൂറിംഗ് ഫേസിലേക്ക് പോകും. അത് കാരണമാണ് എന്താ നമ്മൾ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ലൈനാണ് NCERT-യിലുള്ള ഗോൾഗി അപ്പാരറ്റസ് എപ്പോഴും എന്താ, ഇറ്റ് ഈസ് ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി കുറെ പ്രോട്ടീൻസ് ഉണ്ട് ഈ റൈബോസോംസ് സിന്തസൈസ് ചെയ്യണം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമുള്ള. അതൊക്കെ മോഡിഫൈ ചെയ്യണം എന്താ, മോഡിഫൈ ചെയ്യും നമ്മളുടെ സിസ് ഫേസിൽ നമ്മൾ ഗോൾഗി അപ്പാരറ്റസ്. പിന്നെ വേറെ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. ഞാൻ പറഞ്ഞിരുന്നു ഫങ്ഷൻസ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഗോൾഗി ബോഡി. ഇനി നമുക്ക് എന്ത് നോക്കാം, ലൈസോസോംസ്. ലൈസോസോംസ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെല്ലിനെ കൊല്ലെന്ന് വെച്ചാണെങ്കിൽ എൻസൈം വെച്ച് സെല്ലിനെ ഇല്ലാണ്ടാക്കുക, അതാണ് ലൈസോസോംസ്. അപ്പൊ ലൈസോസോംസ് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ആണ്. അതിനൊരു സിംഗിൾ മെംബ്രെയിൻ ഉണ്ട്, അതിന്റെ ചുറ്റും ലൈപ്പോപ്രോട്ടീൻസ് ആയിട്ടുള്ള സിംഗിൾ മെംബ്രെയിൻ. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ, ഇൻട്രാസെല്ലുലാർ ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസ് ആണ്. അല്ലെങ്കിൽ ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഉണ്ടാവും. ഹൈഡ്രോളിറ്റിക് എൻസൈംസ് എന്ന് പറഞ്ഞാൽ
ഹൈഡ്രോലിസിസ്, എൻസൈംസ് ഉപയോഗിച്ച് സെല്ലിനെ കൊല്ലും. അപ്പൊ അത് കാരണമാണ് ഇതിന് സൂസൈഡൽ ബാഗ്സ് എന്ന് പറയും. സൂസൈഡൽ ബാഗ്സ് എന്നുള്ള സ്വന്തം സെല്ലിലത്തെ ഓർഗനൽസിന് ലൈസോസോംസ് കൊല്ലും. അതെന്തിനെ കൊല്ലണം ആലോചിച്ച് നോക്ക്. ഒരു സെല്ലിന്റെ ഫംഗ്ഷൻ, ഒരു ഓർഗനിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞുവാണെങ്കിൽ ആ ഒരു ഓർഗനും കുറെ ഹൈപ്പർ ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി അതിനെ കൊല്ലും. ഇനി ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ചത് ആരാന്നറിയും? ലൈസോസോംസ് എന്നുവെച്ചാൽ കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഡി ബ്യൂ, ലിവർ സെൽസിൽ കണ്ടുപിടിച്ചത്. അത് കാരണമാണ് ഇതിന് പെരി കനാലിക്കുലർ ഡെൻസ് ബോഡീസ് എന്ന് പറഞ്ഞു. അതിന് പെരി കനാലിക്കുലർ എന്ന് പറയുന്നത് അത് ലിവറിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അനാറ്റമിക്കൽ സ്ട്രക്ചറിൽ പെരി കനാൽ, ഈ നമ്മളുടെ ഈ ബൈൽ ഡക്റ്റിന് ചുറ്റുള്ളതിനെയാണ് പെരി കനാലിക്കുലർ എന്ന് പറയാം. ഓക്കെ, അപ്പോ lysosomes first discovered by Christian D. Dew in the liver cells. പിന്നെന്താ അതിന് named it as എന്താ പെരി കനാലിക്കുലർ ഡെൻസ് ബോഡീസ്. പിന്നെ ഈ ലൈസോസോംസ് എന്താ പ്രോകാരിയോട്സിൽ ആബ്സെന്റ് ആയിരിക്കും, പക്ഷെ എല്ലാ യൂകാരിയോട്ട് സെൽസിലും കാണും എക്സെപ്റ്റ് ഇൻ RBCs. അവ present in all eukaryotic animal cells except for mammalian RBCs. പല ടൈപ്പ് ഓഫ് ലൈസോസോംസ് ഉണ്ട്. പ്രൈമറി ലൈസോസോംസ് എന്ന് പറയുന്നത് എന്താ? പ്രൈമറി ലൈസോസോംസ് എന്ന് പറയുന്നത് ഒരു ന്യൂലി ഫോംഡ്, ആദ്യമായിട്ട് ഉണ്ടായ ലൈസോസോമില് എൻസൈംസ് മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും എൻസൈംസ് കാണും. അതാണ് പ്രൈമറി ലൈസോസോം. ന്യൂലി ഫോംഡ് ലൈസോസോം containing enzymes in inactive state. ഇനി സെക്കൻഡറി ലൈസോസോംസ് എന്ന് പറയുന്നത് എന്താ? ഇനി ചില മെറ്റീരിയൽ ഈ ഡൈജസ്റ്റ് ആൻഡ് പ്രൈമറി ലൈസോസോമിൽ എത്തും. അതിനെയാണ് നമ്മൾ പറയാ, ആ മെറ്റീരിയൽ കൂടി വന്നു അതിനെയും കൂടി ഒരുമിച്ചാണ് നമ്മൾ പറയാ ഫാഗോ ലൈസോസോം അല്ലെങ്കിൽ സെക്കൻഡറി ലൈസോസോം. അതിനെയാണ് ഫാഗോ ലൈസോസോം അല്ലെങ്കിൽ സെക്കൻഡറി ലൈസോസോം എന്ന് പറയുന്നത്. ഇനി ടേർഷ്യറി ലൈസോസോം എന്ന് പറയുന്നത് എന്താ? അത് സെക്കൻഡറി ലൈസോസോമില് ഇൻഡൈജസ്റ്റബിൾ ആയിട്ടുള്ള മാറ്റേഴ്സ് അല്ലെങ്കിൽ റെസിഡ്യൂവൽ ബോഡീസ് കാണുന്നതിനെയാണ് നമ്മൾ ടെർഷ്യറി ലൈസോസോംസ് എന്ന് പറയുന്നത്. സെക്കൻഡറി ലൈസോസോം containing indigestible matter. ഇനിയുള്ള ലാസ്റ്റ് ടൈപ്പ് എന്താ? ഓട്ടോഫേഗോസോം. എന്താ സെല്ല് ചിലപ്പോ എന്താ സ്വന്തം ഓർഗനിൽ തന്നെ ഡൈജസ്റ്റ് ചെയ്യും, അതായത് മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിനെയാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത്.
ഇതാണ് ലൈസോസോംസ്. ലൈസോസോംസിനെ കുറിച്ച് നമുക്ക് NCERT നോക്കാം. ഇതെന്താ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കുലർ സ്ട്രക്ചേഴ്സ് ആണ്. അതെന്താ ഗോൾഗി അപ്പാരറ്റസിൽ ഉണ്ടാവുന്നു. ഇനി ഇത് എല്ലാ യൂക്യാരിയോട്സിലും കാണും എക്സെപ്റ്റ് ഫോർ എന്താ RBCs ആണ്. ഇതില് മെയിൻലി ഈ ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ആണ് മെയിൻലി കാണുക. ഹൈഡ്രോളിറ്റിക് എൻസൈംസ് എന്ന് പറയുന്നത് ഹൈഡ്രോളിസിസ് ലൈക്ക് ലൈപ്പേസസ് അല്ലെങ്കിൽ പ്രോട്ടിയേസസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേസസ്. അത് എന്താ ഒപ്റ്റിമലി ആക്ടിവേറ്റ് അസിഡിക് pH ആണ്. അപ്പൊ ലൈസോസോമൽ എൻസൈംസ് ആക്റ്റീവ് ആവുന്നത് ഏത് pH-ലാണ്? ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അസിഡിക് pH-ലാണ് ആക്റ്റീവ് ആണ്. ഈ എൻസൈംസിന് എന്തിന്റെ കേപ്പബിലിറ്റി ഉണ്ട്? ഈ ഡൈജസ്റ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സോ പ്രോട്ടീൻസോ ലിപ്പിഡ്സോ ന്യൂക്ലിക് ആസിഡ്സോ എല്ലാം ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇവർക്ക്. അപ്പൊ ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് ആരാ? ക്രിസ്റ്റ്യൻ ബി ഡ്യൂ ആണ്. അത് ലിവർ സെൽസിലാണ് കണ്ടുപിടിച്ചത്. പിന്നെ RBCs ലാബ്സിന്റെ ആണ്. പിന്നെ ഞാൻ ബാക്കിയുള്ള ഫങ്ഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ലൈസോസോംസും പറഞ്ഞു. ഇനി അടുത്ത സ്ട്രക്ചർ എന്താ? വാക്യൂൾ. വാക്യൂൾ എന്താ? മെയിൻലി അത് പ്ലാന്റ്സിലാണ് വാക്യൂൾ മെയിൻലി കാണുന്നത്, പ്രിഡോമിനന്റ്. അപ്പൊ അതിന് വലിയ ഫങ്ഷൻ ഒന്നുമില്ല. നോൺ ലിവിങ് റിസർവോയർ ആണ് ഈ എന്താ പറയാ വാക്യൂൾ. അതില് വാക്യൂളിന് ചുറ്റും ഒരു ഡിഫറൻഷ്യലി അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്. വാക്യൂളിന് ചുറ്റുള്ള മെംബ്രെയിനെയാണ് നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്ന് പറയാം. ഈ വാക്യൂമിന്റെ ഉള്ളിൽ എന്താ വെള്ളവും മിനറൽസും അല്ലെങ്കിൽ ചില പിഗ്മെന്റ്സും കാണും. അല്ലാണ്ടുള്ള ഫങ്ഷൻസ് ഒന്നുമില്ല. പിന്നെ ചില പ്രോട്ടോസോവൻസിലൊക്കെ ഈ വാക്യൂളിൽ എന്താ ഈ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് അതിനെന്താ കൊലാപ്സ് ആവും. കോൺട്രാക്ടൈൽ ഫങ്ഷൻസ് ഉണ്ടാവും. കൊലാപ്സ് ചെയ്ത് കോൺട്രാക്ടൈൽ ഫങ്ഷൻസ് ഉള്ളതുകൊണ്ട് അതിന് മൂവ്മെന്റിനെ സഹായിക്കുകയും ചെയ്യും. പിന്നെ ഈ ചില പ്രോട്ടിസ്റ്റിലും ഈ വാക്യൂൾസ് കാണും. പക്ഷെ അതെന്താ ഫുഡ് വാക്യൂൾസ് ആണ്. ഫുഡ് വാക്യൂൾസ് എന്ന് പറയുമ്പോൾ ഫുഡ് പാർട്ടിക്കിൾസിനെ ട്രാപ്പ് ചെയ്യാനുള്ള വാക്യൂൾസ് ആണ് ഫുഡ് വാക്യൂൾസ്. അപ്പൊ വാക്യൂൾ എന്താ? ഇത് മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ആണ്. അതിൽ വാട്ടർ ഉണ്ടാവും. സാപ്പ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ റിസർവോയർ ആണ്. വാക്യൂളിന് ചുറ്റും ഒരു സിംഗിൾ മെംബ്രെയിൻ ഉണ്ട്, ടോണോപ്ലാസ്റ്റ്. ഈ പ്ലാന്റ് സെൽസിൽ എന്താ വാക്യൂൾസ് പ്രിഡോമിനന്റ് ആണ്. പ്രിഡോമിനന്റ് എന്ന് പറഞ്ഞാൽ 90% വോളിയം വാക്യൂൾസ് ആവും. അത് കഴിഞ്ഞ പ്ലാന്റ്സിലെ ഈ ടോണോപ്ലാസ്റ്റ് എന്താ ചില അയോൺസിനെ മാത്രമാണ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വാക്യൂമിലേക്ക് വലിച്ചു കയറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അമീബയിൽ എന്താ കോൺട്രാക്ടൈൽ വാക്യൂൾ എന്താ ഇമ്പോർട്ടന്റ് ആണ്. എന്തിന്? ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും. പിന്നെ പ്രോട്ടിസ്റ്റിൽ എന്താ ഈ ഫുഡ് വാക്യൂൾസ് എന്ത് ഫങ്ഷൻ ഉണ്ടാവും? ഫുഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്യാനുള്ള ഫങ്ഷനും ഉണ്ടാവും ഈ വാക്യൂൾസിന്. ഇനി എന്താ അടുത്ത സ്ട്രക്ചർ? ഇതാണ് മെയിൻ സ്ട്രക്ചർ, മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ എന്ന് പറഞ്ഞാൽ എനർജി ഉണ്ടാക്കുന്ന സെല്ലാണ്. അതിനാണ് പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയും. ഇത്ര ATP ഓരോ എന്താ പറയുക നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള ATP ഒക്കെ ജനറേറ്റ് ചെയ്യണ എന്താ? അത് മൈറ്റോകോൺഡ്രിയയിലാണ്. ഓക്കെ. മൈറ്റോകോൺഡ്രിയ ചിലപ്പോ ഒരെണ്ണായിട്ടും കാണാം, ഈ ഗ്രൂപ്പുമായിട്ടും കാണാം. അത് പക്ഷെ ഡിപ്പെൻഡ് ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി സെല്ല് അനുസരിച്ച് അത് ഡിപ്പെൻഡ് ചെയ്യും. മൈറ്റോകോൺഡ്രിയക്ക് എന്താ സെമി ഓട്ടോണമസ് ഓർഗനാണ്. കാരണം മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിൽ സ്വന്തമായിട്ട് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള മെഷീനറി ഉണ്ട്. എന്താ ന്യൂക്ലിയസിന്റെ കൺട്രോൾ ഇല്ലാണ്ട്. അത് കാരണമാണ് ഓട്ടോണമസ് എന്ന് പറയുന്നത്. ഓട്ടോണമസ് എന്ന് പറയുന്നത് എന്താ? സ്വന്തം കഴിവിൽ നിൽക്കുക എവിടെയെങ്കിലും, സ്വന്തം കഴിവിൽ വേറൊരാൾ കോർഡിനേറ്റ് ചെയ്യാനില്ല. അപ്പൊ അത് കാരണം സെമി ഓട്ടോണമസ് ഓർഗനലാണ്. ഈ മൈറ്റോകോൺഡ്രിയ കണ്ടുപിടിച്ചത് ആരാ? മൈറ്റോകോൺഡ്രിയ ഈ സ്ട്രൈറ്റഡ് മസിൽസ് ആണ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത് ബൈ കൊല്ലിക്കർ എന്ന് പറഞ്ഞ ആളാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ അത് കാരണം ഇത് സ്ട്രൈറ്റഡ് മസിൽസിലല്ല കണ്ടുപിടിച്ചത്. അത് കാരണം ഇതിനെ സാർക്കോസോംസ് എന്ന് പറയും. ഇനി ഓരോ മൈറ്റോകോൺഡ്രിയ എന്താ? ഒരു ഡബിൾ ലെയർ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ്. ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ടാവും, ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ടാവും. ഇനി ഇന്നർ മെംബ്രെയിനെ പറയുന്നത് എന്താ? മാട്രിക്സ്. ഇന്നർ മെംബ്രെയിനെ മാട്രിക്സ് എന്നും പറയും. ഔട്ടർ മെംബ്രെയിൻ എന്താ? അത് ഒരു ലിമിറ്റിംഗ് ബൗണ്ടറി ആണ് ഓർഗനലിന്റെ. പക്ഷെ അതാണ് ഏറ്റവും പുറത്തുള്ളത്. ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഈ കുറച്ച് ഇൻഫോൾഡിങ്സ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത്
ഇൻഫോൾഡിങ്സ് കാണും മാട്രിക്സിന്റെ ഉള്ളിലായിട്ട്. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റ എന്ന് പറയുന്നത്. ക്രിസ്റ്റ എന്താ? ക്രിസ്റ്റ മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിലുള്ള സർഫസ് ഏരിയ കൂട്ടും. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള നോട്ട്സ് എഴുതാം. സെമി ഓട്ടോണമസ് ഓർഗനലാണ് മൈറ്റോകോൺഡ്രിയ. Semi-autonomous organelle. The first discovered in striated muscles of insects as granules by Kolliker. Hence he called them as sarcosomes. ഇനി ഓരോ മൈറ്റോകോൺഡ്രിയ എന്താ? ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. ഈ ഇന്നർ മെംബ്രെയിനിൽ ഇങ്ങനെ സെൽ മെംബ്രെയിൻ എന്താ പറയാ ഇൻഫോൾഡിങ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റ എന്ന് പറയാം. ക്രിസ്റ്റ എന്ത് ചെയ്യും? ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ. ഇനി ഓക്സിസോംസ് എന്ന് പറയുന്നത് എന്താ? ഓക്സിസോംസ് എന്ന മൈറ്റോകോൺഡ്രിയ ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ATPase എൻസൈം മോളിക്യൂൾ ഉണ്ട്. അപ്പോ മൈറ്റോകോൺഡ്രിയ വിത്ത് ATPase എൻസൈം മോളിക്യൂൾ ആണ് നമ്മളുടെ ഓക്സിസോംസ്. അപ്പൊ അവരെന്താ? ATP പ്രൊഡക്ഷന് സഹായിക്കും. അതിന് വേണ്ടി കുറച്ച് എലിമെന്ററി പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് F0 F1 പാർട്ടിക്കിൾസ് എന്ന് പറയും. ഇത് നിങ്ങൾ റെസ്പിറേഷൻ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയി പഠിക്കും. Elementary particles present known as F0 F1 particles. ഇനി ഈ മാട്രിക്സിൽ എന്താ? ഈ DNA സിംഗിൾ സർക്കുലർ DNA കാണും, RNA കാണും, റൈബോസോംസ് കാണും, അത് 70S ടൈപ്പ് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി ഇത് കാണും. പിന്നെ മൈറ്റോകോൺഡ്രിയ എന്ന് ഡിവൈഡ് ചെയ്യണത് എങ്ങനെയാ? മൈറ്റോകോൺഡ്രിയ ഡിവൈഡ് ചെയ്യുന്നത് ഫിഷൻ വഴിയാണ്. ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ പാസ് ചെയ്ത് അത് രണ്ടും ഡിവൈഡ് ചെയ്യും. ഇനി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് പവർ ഹൗസ് ഓഫ് സെല്ലാണ്. Mitochondria എന്താ? They are referred to as powerhouse of the cell as they produce 95% of ATP. പിന്നെന്താ? ഈ സെൽ റെസ്പിറേഷനിലെ ഇന്റർമീഡിയറ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കും. ആ പ്രൊഡക്ട്സ് കൊണ്ട് നമുക്ക് സ്റ്റിറോയിഡ്സ്, ക്ലോറോഫില്ലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇന്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ഓഫ് സെൽ റെസ്പിറേഷൻ are used in the formation of steroids, cytochromes, chlorophyll, etc. പിന്നെ കുറച്ച് അമിനോ ആസിഡ് ബയോസിന്തസിസ് ഉണ്ടാവും. അമിനോ ആസിഡ് ബയോസിന്തസിസ്. പിന്നെ മൈറ്റോകോൺഡ്രിയയിൽ എന്താ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇതാണ് മൈറ്റോകോൺഡ്രിയയുടെ ഫങ്ഷൻസ്. മനസ്സിലായല്ലോ? അപ്പൊ മൈറ്റോകോൺഡ്രിയ എന്താ? മൈറ്റോകോൺഡ്രിയയുടെ എന്താ? സെല്ലിന് അനുസരിച്ച് മാറും. സെല്ലിന്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി അനുസരിച്ച് മാറും. പിന്നെ സൈസിനും ഷേപ്പിനും കൺസിഡറബിൾ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി കാണും. ടിപ്പിക്കലി അത് സോസേജ് ഷേപ്ഡ്. നമ്മുടെ സോസേജ് സിലിണ്ടറിക്കൽ അല്ലേ, സോസേജ് ഷേപ്ഡ് ആണ്. ഡയമീറ്റർ 0.2 to 1 മൈക്രോമീറ്റർ ഡയമീറ്ററും ലെങ്ത് 1 to 4.1 മൈക്രോമീറ്റർ ആണ്.
ഓരോ മൈറ്റോകോൺട്രിയ എന്താ ഒരു ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് structure ആണ് with outer membrane and the inner membrane dividing in the lumen into two aqueous compartments. Outer compartment ഉണ്ട് inner compartment ഉണ്ട്. Inner compartment എന്താ ഒരു dense homogeneous substance ഉണ്ട് matrix. ഈ മാട്രിക്സിലേക്ക് എന്താ ഈ ഇന്നർ മെംബ്രെയിൻ എന്താ കുറച്ച് ഇൻഫോൾഡിങ്സ് ഉണ്ടാക്കും. അതിനെയാണ് ക്രിസ്റ്റ എന്ന് പറഞ്ഞത്. ക്രിസ്റ്റയുടെ ഫംഗ്ഷൻ എന്താ ഇറ്റ് ഇൻക്രീസസ് സർഫസ് ഏരിയ. പിന്നെ ഈ രണ്ട് മെംബ്രെയിനിൽ എന്താ എൻസൈംസ് ഉണ്ട് മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷന് ആവശ്യമുള്ള എൻസൈംസും കാണും. മൈറ്റോകോൺഡ്രിയ ആണ് സൈറ്റ്സ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. സെല്ലുലാർ എനർജി ഇൻ ദ ഫോം ഓഫ് ATP ഉണ്ടാക്കും. അത് ഉണ്ടാക്കുന്ന സെൽസിനെ മൈറ്റോകോൺഡ്രിയയിലെ പല ഓക്സിസോംസ് ആണ്. അത് കാരണം മൈറ്റോകോൺഡ്രിയ നമ്മൾ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയും. പിന്നെ മാട്രിക്സിൽ എന്താ ഒരു സിംഗിൾ സർക്കുലർ DNA കാണും, കുറച്ച് RNA മോളിക്യൂൾസ് കാണും, റൈബോസോംസ് കാണും, സ്വന്തമായി പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ. മൈറ്റോകോൺഡ്രിയ ആണ് ആകെ ഒരു ഓർഗനൽ എന്താ ഈ റൈബോസോംസ് അല്ലാണ്ട് ഈ ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ ഇല്ലാണ്ട് എന്താ പറയുക പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ മൈറ്റോകോൺഡ്രിയ ഡിവൈഡ് ചെയ്യണത് എങ്ങനെയാ? ഫിഷൻ വഴിയാ. ഓക്കെ, അപ്പൊ ഇതാണ് മൈറ്റോകോൺഡ്രിയ. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്താ? പ്ലാസ്റ്റിഡ്സ് ആണ്. പ്ലാസ്റ്റിഡ് എന്താ? പ്ലാസ്റ്റിഡ് മെയിൻലി ക്ലോറോപ്ലാസ്റ്റ് പണ്ട് അതിന് പിഗ്മെന്റഡ് പ്ലാസ്റ്റിഡ്സ് ക്ലോറോപ്ലാസ്റ്റ് മാത്രമാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതും അല്ലാണ്ട് പിഗ്മെന്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഈ പ്ലാസ്റ്റിഡ്സ് പ്ലാന്റ് സെൽസിലും കാണും. യൂഗ്ലിനോയിഡ്സ് എന്താ? പ്രോട്ടിസ്റ്റ് ആണ്. അപ്പൊ അത് പ്ലാന്റ്സ് പോലെ എന്താ ക്ലോറോഫിൽ പിഗ്മെന്റ് എന്നത് ഞാൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു. പ്ലാസ്റ്റിഡും ഈ സെമി ഓട്ടോണമസ് ഓർഗനൽസ് തന്നെയാണ്. DNA, RNA, റൈബോസോംസും ഡബിൾ മെംബ്രെയിൻ എൻവലപ്പ് ഉണ്ട്. അപ്പൊ ഈ പ്ലാന്റ് സെൽസിലുള്ള ലാർജസ്റ്റ് സെൽ ഓർഗനൽസ് ഏതാ? അതാണ് നമ്മളെ പ്ലാസ്റ്റിഡ്. പ്ലാസ്റ്റിഡ് ഫസ്റ്റ് കണ്ടുപിടിച്ചത് ഹെക്കലാണ്. പിന്നെ പ്ലാസ്റ്റിഡ് 3 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം എന്താ? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഗ്രീൻ പിഗ്മെന്റ്സ് ഉള്ള ക്ലോറോഫിലുള്ള. പിന്നെ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ പിഗ്മെന്റഡ് ആയിട്ട് ഗ്രീൻ അല്ലാണ്ടുള്ള പിഗ്മെന്റ്സ് ഉള്ളതാണ് ക്രോമോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റിന് പിഗ്മെന്റ്സ് ഒന്നുമില്ല. ഇനി ല്യൂക്കോപ്ലാസ്റ്റ് കളർലെസ് ആണ്. കളർലെസ് എന്താ? അത് കാരണം നോൺ ഗ്രീൻ സെൽസിലാണ് മെയിൻലി കാണുക. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? കളർലെസ് അല്ലെങ്കിൽ ഗ്രീൻ കളർ അല്ല. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ജസ്റ്റ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനും പിന്നെ സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത ഭാഗത്ത് മെയിൻലി കാണുക. അതായത് സീഡോ അല്ലെങ്കിൽ മണ്ണിന്റെ താഴെ റൂട്ട്, ട്യൂബർ, റൈസോംസ് ഒക്കെ ഇല്ലേ, അതിലാണ് മെയിൻലി കാണുക. ഇനി ഇത് 3 ടൈപ്പ് ഉണ്ട് ല്യൂക്കോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റ് ഉണ്ട്. അത് കാർബോഹൈഡ്രേറ്റ്സ് സിന്തസൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിന് അമൈലോപ്ലാസ്റ്റ്. പിന്നെ ഇലയോപ്ലാസ്റ്റിന് മെയിൻലി ലിപ്പിഡ്സ്, ഓയിൽസ് സ്റ്റോർ ചെയ്യും. പിന്നെ എല്യൂറോൺ ലെയർ ഓർമ്മയുണ്ടോ? പ്രോട്ടീനുള്ള ലെയർ. അതേപോലെ എല്യൂറോപ്ലാസ്റ്റ് ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്ന എന്താ? പ്രോട്ടീൻസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താ? ക്രോമോപ്ലാസ്റ്റ് ഞാൻ പറഞ്ഞു കളേർഡ് പ്ലാസ്റ്റിഡ്സ് ആണ്. ഗ്രീൻ അല്ലാത്ത ബാക്കി എല്ലാ കളേർഡ് പിഗ്മെന്റ്സ് ഉള്ള പ്ലാസ്റ്റിഡ് ആണ് ക്രോമോപ്ലാസ്റ്റ്. ഇത് റെഡ് കളർ ആവാം, ഓറഞ്ച് കളർ ആവാം, യെല്ലോ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഈ കളർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഈ കെരോട്ടിനോയിഡ് ഉള്ളതുകൊണ്ട്. കെരോട്ടിനോയിഡ് എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ക്രോമോപ്ലാസ്റ്റിന് ഈ കളർ ഉള്ളത്. ഇത് മെയിൻലി അപ്പൊ കളർഫുൾ ആക്കാനുള്ള സ്ഥലങ്ങളിൽ പ്ലാന്റിന്റെ കളർഫുൾ പാർട്സിലാണ് മെയിൻലി കാണുക. അതായത് പെറ്റൽസോ ഫ്രൂട്ട്സോ. മനസ്സിലായല്ലോ? ഇനി നമ്മളുടെയാണ് മെയിൻ സാധനം ക്ലോറോപ്ലാസ്റ്റ് ഡിസ്കവർ ചെയ്യുന്നത് സാക്സ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളർ പ്ലാസ്റ്റിക്സ് ആണ്. കാരണം എന്തായാലും ക്ലോറോഫിൽ ഉണ്ട്. ഇത് മെയിൻലി ഇവിടെ ഗ്രീൻ ലീവ്സും ഗ്രീൻ പാർട്സ് ഓഫ് ഷൂട്ടിലാണ് കാണുക. ഇത് ട്രാപ്പ് ചെയ്യുന്നത് എന്താ? സോളാർ എനർജി വിച്ച് ഇസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ഫുഡ്. അപ്പൊ അത് കാരണം ഈ ക്ലോറോപ്ലാസ്റ്റിനാണ് എന്ത് പറയാ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. പല ഓർഗാനിസത്തിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് ബൈ ഹാർട്ടായി പഠിക്കേണ്ടതാണ്. ഞാൻ ഇത് തരാം. ക്ലോറോപ്ലാസ്റ്റ് പിന്നെ എക്സാമ്പിൾ ഫസ്റ്റ് വരുന്ന കപ്പ് ഷേപ്പ്.
കപ്പ് ഷേപ്പ് ക്ലോറോപ്ലാസ്റ്റ് സി ആലോചിച്ച C4 കപ്പ്, C4 ക്ലാമിഡോമോണാസ്. രണ്ടാമത്തെ സ്റ്റെല്ലേറ്റ് എന്ന് പറയുന്നത് എന്താ? സ്റ്റാർ ഷേപ്പ് ആണ് സ്റ്റെല്ലേറ്റ്. അത് സൈഗോണിമ. ഇതൊക്കെ നിങ്ങൾ പ്ലാനറ്റിന്റെ പഠിച്ചതാവും. പിന്നെ കോളർ ഷേപ്പ് എന്താ? അത് യുലോത്രിക്സ്. ഇനി സ്പൈറൽ ഷേപ്പ് ഇതെന്തായാലും നിങ്ങൾക്കറിയാം, ഓർമ്മയുണ്ടാവും. സ്പൈറോഗൈറ. ഓക്കെ. പിന്നെ ഡിസ്കോയിഡ് എന്ന് പറയുന്നത് എന്താ? ഉച്ചേരേറിയ. പിന്നെ സ്ഫെറിക്കൽ കാണുന്നതിനാ ക്ലോറല്ല. പിന്നെ ബൈകോൺവെക്സ്, അത് ആൻജിയോസ്പോർ. നോർമൽ പ്ലാന്റ്സ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട ടേബിൾ ആണത്. കാരണം ഇത് നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരുന്നു പണ്ട്. ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നോക്കാം. മൈറ്റോകോൺഡ്രിയ പോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിന് എന്താ? 2 ലെയർ ഉണ്ട്. ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇനി ഇന്നർ മെംബ്രെയിനുള്ളിലുള്ള ആ സ്പേസിനെയാണ് നമ്മൾ എന്താ പറയാ? പെരിപ്ലാസ്റ്റിഡൽ സ്പേസ്. ഈ മെംബ്രെയിനുള്ളിലായിട്ട് മാട്രിക്സ് പ്രസന്റ് ആണ്. മാട്രിക്സിന് എന്താ? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ഗ്രാനയും പിന്നെ സ്ട്രോമയും. അപ്പൊ ഗ്രാന എന്ന് പറയുന്നത് എന്താ? ഗ്രാന ഈ ഇന്നർ പ്ലാസ്റ്റിഡൽ മെംബ്രെയിൻ ഇല്ലേ ക്ലോറോപ്ലാസ്റ്റിന്റെ, അത് ഇൻവാജിനേറ്റ് ചെയ്ത് പാരൽ ഷീറ്റ്സ് ഉണ്ടാക്കും. അതിനെയാണ് പറയാ ലാമെല്ലേ. ഇതേ കണ്ട കണക്ട് ചെയ്ത് ഈ കോയിൻ ആയിട്ടുള്ള സ്ട്രക്ചറിനെ കണക്ട് ചെയ്യുന്ന അതിനെയാണ് ഗ്രാന എന്ന് പറയാം. ഇനി ഇത് ഗ്രാനയാണ് എന്ത് ഉണ്ടാക്കുക? തൈലക്കോയിഡ് ഉണ്ടാക്കുക. തൈലക്കോയിഡ് എന്താ? ഒരു കുറെ സാക്സ് ആണ്, ഓവൽ ഷേപ്പ് റോസ് സാക്സ് ആണ് തൈലക്കോയിഡ്സ്. ഈ തൈലക്കോയിഡ് മെംബ്രെയിനിന്റെ ഉള്ളിലായിട്ട് എന്താ? കുറച്ച് പാരാക്രിസ്റ്റലൈൻ ബോഡീസ് ആണെങ്കിൽ ക്വാണ്ടോസോംസ് ഉണ്ടാവും. ഇപ്പൊ ക്വാണ്ടോസോം എന്താ? അത് ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ക്വാണ്ടോസോം. അപ്പൊ along the inner side of thylakoid membrane there are a number of small rounded paracrystalline bodies called ക്വാണ്ടോസോംസ്. അതാണ് ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ്. ആണത്. ഓക്കെ. ഇനി ഗ്രാനം ഉണ്ടെന്നാണ്. ഗ്രാനം കഴിഞ്ഞ എന്താ? ഒരു സ്ട്രോമ ഉണ്ട്. സ്ട്രോമ എന്ന് പറയുന്നത് എന്താ? അതൊരു ട്രാൻസ്പാരന്റ് പ്രോട്ടീനേഷ്യസ് വാട്ടറി സബ്സ്റ്റൻസ് ആണ്. ഇതിലാണ് ഫോട്ടോസിന്തസിന്റെ ഡാർക്ക് റിയാക്ഷനും കാണും. പിന്നെ അതിൽ റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടാവും ഫോട്ടോസിന്തസിനെ സഹായിക്കാൻ. അപ്പൊ അതാണ് ഈ സ്ട്രോമയിൽ കാണും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കും. അത് കാരണം ഞാൻ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് NCERT നോക്കാം. പ്ലാസ്റ്റിഡ് എന്താ? എല്ലാ പ്ലാന്റ് സെൽസിലും യൂബ്ലിനോയിഡ്സിലും കാണും. ഇത് എന്താ? ലാർജസ്റ്റ് സെൽ ഓർഗനൽസ് ആണ്. പ്ലാന്റ്സിലുള്ള ലാർജസ്റ്റ് സെൽ ഓർഗനൽസ് ആണ് പ്ലാസ്റ്റിക്സ്. ഇനി പ്ലാസ്റ്റിക്സിൽ എന്താ? ചില പിഗ്മെന്റ്സ് ഉണ്ടാവും, ഈ കളർ ഇമ്പാർട്ട് ചെയ്യാനുള്ള പിഗ്മെന്റ്സ്. ആ പിഗ്മെന്റ്സ് അനുസരിച്ച് പ്ലാസ്റ്റിക്സിന് 3 ടൈപ്പായിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് എന്താ? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്, ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിനാണ് ക്ലോറോഫിൽ ഉള്ളത്. പിന്നെ ചിലപ്പോൾ കെരോട്ടിനോയിഡ് പിഗ്മെന്റ്സും കാണാം. പിന്നെ ക്രോമോപ്ലാസ്റ്റിലും എന്താ? ഈ ഫാറ്റ് സോലുബിൾ കെരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് കെരോട്ടിൻ, ഈ ടൊമാറ്റോയിലൊക്കെ കളർ ഉണ്ടാക്കുന്ന കെരോട്ടിനാ. പിന്നെ ഉള്ളത് എന്താ?
ല്യൂക്കോപ്ലാസ്റ്റ് ഞാൻ പറഞ്ഞ എന്താ, കളർലെസ് ആണ്, പിഗ്മെന്റ് ഒന്നും ഇല്ല, അതിന്റെ ഫംഗ്ഷൻ ജസ്റ്റ് ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യാൻ. അതായത് അമൈലോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് അമൈലേസ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ആലോചിക്കുക, കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യാൻ, അതായത് സ്റ്റാർച്ച്. പിന്നെ ലെയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഓയിൽസും ഫാറ്റ്സും സ്റ്റോർ ചെയ്യും. പിന്നെ അല്യൂറോപ്ലാസ്റ്റ് പ്രോട്ടീൻ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റ് മെയിൻലി എവിടെയാണ് കാണുക? ക്ലോറോപ്ലാസ്റ്റ് മെയിൻലി ഗ്രീൻ പ്ലാന്റ്സിലാണ് കാണുക. അതായത് മീസോഫിൽ സെൽസ് ഉണ്ടാവും, ലീഫിലുള്ള മീസോഫിൽ സെൽസിലാണ് മെയിൻലി അത് കാണുക. ഇത് ലെൻസ് ഷേപ്ഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. അല്ലെങ്കിൽ ഓവൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്കോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ റിബൺ. ഇതേപോലെ ഞാൻ പറഞ്ഞിരുന്നു പല ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പും അതിന്റെ എന്താ പറയാ ഇതിലൊക്കെ കാണുന്നു. പിന്നെ നമ്പറും വേരി ചെയ്യും. ഈ ക്ലാമിഡോമോണാസിലൊക്കെ ഒരു ക്ലോറോപ്ലാസ്റ്റ് പെർ സെല്ല കാണും. പക്ഷെ ഒരു ഗ്രീൻ ആൽഗയിലൊക്കെ എന്താ 20 തൊട്ട് 40 സെല്ലുണ്ടാവും, ക്ലോറോപ്ലാസ്റ്റ് സെല്ലുണ്ടാവും. ഇനി ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. എന്തെന്നാ, മൈറ്റോകോൺട്രിയ പോലെ ക്ലോറോപ്ലാസ്റ്റ് എന്താ ഡബിൾ മെംബ്രെയിൻ ആണ്. മൈറ്റോകോൺട്രിയ പോലെ ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ മെംബ്രെയിനും ആണ്. അതില് ഇന്നർ ക്ലോറോപ്ലാസ്റ്റില് റിലേറ്റീവ്ലി പെർമിയബിൾ ആണ്, സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. മനസ്സിലായോ? ഇനി ഈ ഇന്നർ മെംബ്രെയിന്റെ ഉള്ളിലുള്ള സ്പേസിനെയാണ് നമ്മൾ എന്താ പറയാ, പെരിപ്ലാസ്റ്റിഡൽ സ്പേസ്. ഇപ്പൊ മൈറ്റോകോൺട്രിയ പോലെ 2 മെംബ്രെയിൻ ഉണ്ട്. അതിൽ ഇന്നർ മെംബ്രെയിൻ റിലേറ്റീവ്ലി ലെസ് പെർമിയബിൾ ആണ്. സ്പേസ് ലിമിറ്റഡ് ബൈ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇസ് കോൾഡ് സ്ട്രോമ. ഈ സ്ട്രോമയിൽ എന്തുണ്ട്? ഈ സാക്സ്, ഫ്ലാറ്റൻ മെംബ്രെയിൻ സാക്സ് ഉണ്ട്. അതിന്റെ അറേഞ്ച് ചെയ്ത സാക്സിനെയാണ് നമ്മൾ തൈലക്കോയിഡ്സ് എന്ന് പറയാം. ഈ തൈലക്കോയിഡ്സ് എന്താ, ഈ കോയിൻ ആയിട്ടാണ് സ്റ്റാക്ക് ചെയ്തേക്കുന്നത്. അതിനെ നമ്മൾ ഗ്രാനം എന്ന് പറയും, അല്ലെങ്കിൽ ഇന്റർഗ്രാനൽ എന്ത്, തൈലക്കോയിഡ്സ്. ഇനി ഈ തൈലക്കോയിഡ്സ് അല്ലാണ്ട് എന്താ, ഈ കണക്ട് ചെയ്യാൻ കുറച്ച് ട്യൂബ്യൂൾസ് കാണും. അതിനെയാണ് നമ്മൾ സ്ട്രോമ ലാമെല്ല എന്ന് പറയാം. ഈ 2 ഡിഫറെന്റ് ഗ്രാന തൈലക്കോയിഡ്സിനെ കണക്ട് ചെയ്യുന്നതാണ് നമ്മള് എന്താ, സ്ട്രോമ ലാമെല്ല. ഇനി തൈലക്കോയിഡിന്റെ ഉള്ളില് സ്പേസ് ഉണ്ടാവും, അതിനെ ലൂമിൻ എന്ന് പറയും. ഇനി സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്താ, ഈ എൻസൈംസ് ഒക്കെ ഉണ്ടാവും. എൻസൈംസ് എന്തിനുള്ളത്? ഈ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് ഒക്കെ സിന്തസൈസ് ചെയ്യാനുള്ളത്. പിന്നെന്താ, ഈ ചില മൈറ്റോകോൺട്രിയ പോലെ ഇതില് ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA ഉണ്ട്, റൈബോസോംസ് ഉണ്ട്. ഇനി ക്ലോറോഫിൽ പിഗ്മെന്റ്സ് കാണുന്നത് എന്തിലായിരിക്കും? തൈലക്കോയിഡ്സിലായിരിക്കും. പക്ഷെ റൈബോസോംസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്താ, ഈ യൂക്യാരിയോട്സിൽ ചെറുതാണ് എന്തിനേക്കാളും. സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടുള്ള റൈബോസോംസ് ഇല്ലേ, ATS, അതിനേക്കാളും ചെറിയ വേർഷൻ ആയ സെമിഡിയസ് റൈബോസോംസ് വേറെ എവിടെയെങ്കിലും കാണും? ഓർമ്മയുണ്ടോ? വേറെ കാണുന്നത് നമ്മളുടെ പ്രോക്യാരിയോട്ടിക് റൈബോസോംസിൽ എന്താ, 70s റൈബോസോംസ് ആണ് കാണുന്നത്. ഇനി നമുക്ക് യൂക്യാരിയോട്ടിക് റൈബോസോംസ് നോക്കാം. അപ്പൊ യൂക്യാരിയോട്ടിക് റൈബോസോംസ് എന്ന് പറയുന്നത് എന്താ, ഇത് ഗ്രാനുലർ സ്ട്രക്ചേഴ്സ് ആണ്. അത് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണ് ബൈ ജോർജ് പെലേഡെ 1953. ഈ റൈബോസോമിന്റെ ഉള്ളിൽ RNAയും പ്രോട്ടീൻസും ഉണ്ടാവും. പിന്നെ റൈബോസോമിന് ഒരു മെംബ്രെയിൻ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു യൂക്യാരിയോട്ടിക് റൈബോസോംസ് 80s ആണ്, പ്രോക്യാരിയോട്ടിക് 70s. അപ്പൊ ഈ 70sന്റെ എങ്ങനെ 2 സബ് യൂണിറ്റ് ഉണ്ട്. ഒരു വലിയ സബ് യൂണിറ്റ് ആയ 50s ചെറിയ സബ് യൂണിറ്റ് ആയ 30s. പക്ഷെ നമ്മളുടെ ഇതിൽ എന്താ, 80s റൈബോസോമിന്റെ സബ് യൂണിറ്റ്സ് 60s 40s ആണ്. ഈ സബ് യൂണിറ്റ് S എന്ന് പറയുന്ന സാധനത്തെ അത് സ്വെഡ്ബർഗ്സ് യൂണിറ്റ് ആണ്. അത് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് എന്താ പറയാ, ഒരു റൈബോസോമിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സൈസ് മെഷർ ചെയ്യാനുള്ള ഒരു കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ നമ്മളുടെ റൈബോസോംസ്. റൈബോസോംസ് എന്താ, ഗ്രാനുലർ സ്ട്രക്ചേഴ്സ് ആണ്. ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ബൈ ജോർജ് പെലേഡെ 1953. പിന്നെ ഇതിൽ എന്തൊക്കെ RNAയും പ്രോട്ടീൻസ് ഒക്കെ കാണും. ഇനി യൂക്യാരിയോട്ടിക് റൈബോസോംസ് എന്നാ ജനറലി 80s ആണ്. പക്ഷെ പ്രോക്യാരിയോട്ടിക് റൈബോസോംസ് എന്താ 70s.
പ്രോകാരിയോട്ടിക് റൈബോസോംസ് 70S, യൂകാരിയോട്ടിക് 80S. ഇനി ഈ റൈബോസോമിൽ എന്താ 2 സബ് യൂണിറ്റ്സ് ഉണ്ട്, ഒരു വലിയ സബ് യൂണിറ്റും ചെറിയ സബ് യൂണിറ്റും. ഈ 80Sലുള്ള സബ് യൂണിറ്റ്സ് ആണ് 60Sഉം 40Sഉം. പക്ഷെ 70Sന്റെ സബ് യൂണിറ്റ്സ് എന്താ 50Sഉം 30S ആണ്. ഇതില് S എന്ന് പറയുന്നത് എന്താ സ്വെഡ്ബർഗ്സ് യൂണിറ്റ് ആണെങ്കിൽ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ആണ്. ഇതിന് രണ്ടിനും എന്താ പല ടൈപ്പ് സബ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചു വന്ന റൈബോസോംസ് പറഞ്ഞു, പ്ലാസ്റ്റിഡ്സ് പറഞ്ഞു. പ്ലാസ്റ്റിഡ്സ് എന്താ പ്ലാന്റ് സെൽസ് കാണുന്ന ഏറ്റവും വലിയ ഓർഗനിലാണ്. അതിന്റെ 3 ടൈപ്പ് ഉണ്ട്, പ്ലാസ്റ്റ്, ഹോമോപ്ലാസ്റ്റ്, യൂക്കോപ്ലാസ്റ്റ്. പിന്നെ ക്ലോറോപ്ലാസ്റ്റിന് പല ഷേപ്പ് പറഞ്ഞു ഞാൻ. ആ പല ഷേപ്പ് കാണുന്ന ഓർഗാനിസംസ് അതിന്റെ പേര് പറഞ്ഞു. പിന്നെന്താ ചിലതില് ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പറഞ്ഞുതരാൻ 2 മെംബ്രെയിൻ ഉണ്ട് മൈറ്റോകോൺഡ്രിയ പോലെ. ഇനി ഇന്നർ മെംബ്രെയിനിന്റെ ഉള്ളിലുള്ള സ്പേസിനെ മാട്രിക്സ് എന്ന് പറയും, സ്ട്രോമ. സോ മാട്രിക്സ് അല്ല സ്ട്രോമ പറയും. പിന്നെ അതില് സാറ്റലൈറ്റ് സ്ട്രക്ചേഴ്സ് തൈലക്കോയിഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ തൈലക്കോയിഡിനെ കണക്ട് ചെയ്ത് സ്ട്രോമ ലാമെല്ല ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഫ്ലാറ്റ് മെംബ്രെയിനസ് ട്യൂബ്യൂൾസ് ആണ് സ്ട്രോമ ലാമെല്ല. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഈ മൈറ്റോകോൺഡ്രിയ പോലെ തന്നെ എന്താ സർക്കുലർ DNA കാണും, റൈബോസോംസ് കാണും. പിന്നെ ക്ലോറോഫിൽ പിഗ്മെന്റ്സും തൈലക്കോയിഡ്സിൽ കാണും. പിന്നെ നമ്മൾ ല്യൂക്കോപ്ലാസ്റ്റ് പറഞ്ഞു, അതായത് കളർലെസ് പ്ലാസ്റ്റിക്സ് ആണ്, പിഗ്മെന്റ്സ് ഇല്ലാത്ത. അതിന്റെ ഫങ്ഷൻ ഈ സ്റ്റോറേജ് ആണ്. മൈലോപ്ലാസ്റ്റ് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഇലയോപ്ലാസ്റ്റ് ഓയിൽസ് അല്ലെങ്കിൽ ഫാറ്റ്സ്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ മൈറ്റോകോൺഡ്രിയ പറഞ്ഞു. മൈറ്റോകോൺഡ്രിയ സെമി ഓട്ടോണമസ് ഓർഗനിലാണ്. മൈറ്റോകോൺഡ്രിയയുടെ മെയിൻ ഫംഗ്ഷൻ എന്ത്? ATPs അല്ലെങ്കിൽ ATP ജനറേഷൻ അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷൻ ആണ്. പിന്നെ ഇതിന്റെ എലിമെന്ററി പാർട്ടിക്കിൾസ് എന്താ? F0, F1 പാർട്ടിക്കിൾസ് എന്താ? ഈ ഓക്സിസോംസ് ഉള്ളതിനെയാണ് പറയാം. പിന്നെ വേറെ ഫംഗ്ഷൻ എന്താ? ഇന്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ഈ സ്റ്റിറോയിഡ് ഹോർമോൺസും സൈറ്റോക്രോംസും ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നെ അമിനോ ആസിഡ് സിന്തസിസും സഹായിക്കും. പിന്നെ നമ്മൾ ലൈസോസോം പറഞ്ഞു, പല ടൈപ്പ് ലൈസോസോം. ലൈസോസോം എന്ന് പറഞ്ഞാൽ സെല്ലിനെ ഹൈഡ്രോലേസ് എൻസൈംസ് വെച്ച് സെല്ലിനെ കൊല്ലാനാണ് ഡൈജസ്റ്റ് ചെയ്യുക. ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടിയാണ് ലൈസോസോം. വാക്യൂൾസിന് എന്താ? വാക്യൂൾസ് മെയിൻലി പ്ലാന്റ്സിനാണ് പ്രിഡോമിനന്റ്. വാക്യൂൾസിന് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഇല്ല. ഈ വേസ്റ്റ് മെറ്റീരിയലിന്റെ ഒക്കെ റിസർവോയർ ആണ് വാക്യൂൾസ്. ഓക്കെ, ഇനി നമ്മള് ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്. ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് പാക്കേജിങ് യൂണിറ്റ് ആണ് ഗോൾഗി അപ്പാരറ്റസ്. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് ഈ പ്രോട്ടീൻ സിന്തസിസും ലിപ്പിഡ് സിന്തസിസും ഒക്കെ നടക്കുന്നത്. പിന്നെ ഇന്നലെ സെൽ വാൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. സെൽ വാൾ, പിന്നെ എന്താ സെൽ മെംബ്രെയിൻ തിയറീസ്, പിന്നെ യൂകാരിയോട്ടിക് പ്രോകാരിയോട്ടിക് സെൽ ഡയഗ്രാം പറഞ്ഞു. പിന്നെ എന്താ പറയാ, റൈബോസോംസ്, പ്രോകാരിയോട്ടിക് സെൽസിനെ കുറിച്ച് പറഞ്ഞു, സെൽ വാൾ മോഡിഫിക്കേഷൻസ് പറഞ്ഞു അതിൻ്റെ ഉള്ളില്. പിന്നെ പല ഓവർവ്യൂ പറഞ്ഞു എല്ലാ സെൽ ഓർഗനിസത്തിന്റെ. പിന്നെ സെൽ തിയറീസ് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്നലെ പഠിപ്പിച്ച്. ബാക്കി എന്താ പറയാ, ഈ സൈറ്റോസ്കെൽറ്റൻ സിസ്റ്റവും സെൻട്രോസോം, സെൻട്രിയോൾസും, ക്രോമോസോം, മൈക്രോബോഡീസ് ഒക്കെ നാളെ ഞാൻ പറഞ്ഞുതരും. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളുടെ NCERT എക്സസൈസസും ചെയ്യാം. അപ്പൊ അടുത്ത സെഷൻ ആകുമ്പോഴേക്കും ഇത് തീരും. സോ അപ്പൊ നിങ്ങളുടെ ജോലി എന്താ? ഞാൻ എന്നും പഠിപ്പിക്കണ എന്താ? നിങ്ങളുടെ നോട്ട്സ് എഴുതി NCERT ലൈൻ ടു ലൈൻ വായിച്ച് എന്താ പറയാ തറോ ആക്കി വെക്കണം. ഓക്കെ, എന്നുവെച്ചാൽ പിന്നെ MCQs സോൾവ് ചെയ്യുക. പിന്നെ ഈ മറ്റേ NCERT at your fingertips എന്ന് പറഞ്ഞ ബുക്കില്, ആ ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും NCERT എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൽ ഈ NCERT ഓരോ ലൈനും അതിൽ ആ ബുക്കിൽ ക്വസ്റ്റ്യനാ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയി തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യില്ല. പക്ഷെ ഈ ഈസി ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാം ഹോളിൽ നിങ്ങൾ ചിലപ്പോൾ മറക്കാൻ സാധ്യത. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. സോ താങ്ക് യു.